നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജൂലൈ 19, 20 തീയതികളിൽ മീനം രാശിക്കും മീനം ലഗ്നത്തിനും നല്ല ദിവസങ്ങളാണ്. പൂരുരുട്ടാതി ആദ്യപാദം, ഉത്രട്ടാതി രേവതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ ജൂലൈ 18 അർദ്ധരാത്രി 11:58 PM മുതൽ ജൂലൈ 21 രാവിലെ 7:54 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവത്യാവുന്നത്. പ്രായോഗികമായിട്ട് 19, 20 തീയതികളിൽ മീനം രാശിക്ക് അനുകൂലമായിട്ടുള്ള 2 ദിവസങ്ങളാണ്. ഇവിടെ 2 ഗ്രഹങ്ങൾ മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. 2 പാപഗ്രഹങ്ങളാണ്. ശനി ജന്മശനിയാണ്. അപ്പോൾ വ്രതമെടുത്ത് ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ശിവന് ജലധാര, അയ്യപ്പന് നീരാഞ്ജനം, ശനിക്ക് എള്ളുവിളക്ക് അല്ലെങ്കിൽ അർച്ചന. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്: ശനി ജന്മശനി ആയതിനാൽ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ അപകടങ്ങൾ കരുതിയിരിക്കുക. കാരണം ശനിയും സർപ്പവും പ്രതികൂലമാണ്. ഇവർക്ക് 5 ഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിൽ അനുകൂലമാണ്: ചൊവ്വയും വ്യാഴവും ചന്ദ്രനും ഉൾപ്പെടെ. ഓക്കെ, ബാക്കി ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു. സൂര്യൻ ഇവിടെ 5ാം ഭാവത്തിലാണ് വരുന്നത്. അത് പൂർണ്ണമായിട്ടും അനുകൂലമാണെന്ന് പറയാൻ പറ്റില്ല, ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും സൂര്യൻ. എങ്കിലും ബെറ്ററായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിൽ രംഗത്തും. പിന്നെ പിതാവ്, സന്താനങ്ങൾ, ഇവരുമായിട്ട് ബന്ധപ്പെട്ട്. 5ാം ഭാവത്തിലാണ് വ്യാഴം. അതും ഉച്ചരാശിയായ കർക്കിടകത്തിൽ ഹംസയോഗത്തോടു കൂടി നിൽക്കുകയാണ് വ്യാഴം. പിന്നെ ഇടയ്ക്ക് പറയട്ടെ, ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ദയവേത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് വാട്സാപ്പിൽ ബന്ധപ്പെടുക. ഓക്കെ, അപ്പോൾ അത് ഫോൺ വിളിക്കരുത്, പകരം വാട്സാപ്പിൽ ബന്ധപ്പെടുക. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. അപ്പോൾ വ്യാഴം ഇവിടെ 5ാം ഭാവത്തിൽ അനുകൂലമാണ്. പ്രണയബന്ധങ്ങൾ സഫലമാകും. അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതിയുവാക്കൾക്ക് നേട്ടമുണ്ടാവും. ദാമ്പത്യ ജീവിതം ഊഷ്മളമാവും. കൂടാതെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ജോലി എന്നുള്ള ശമ്പളം മാത്രമാണ് നിങ്ങൾക്ക് വരുമാനമെങ്കിൽ ആ രീതി മാറ്റിയേ ഒക്കത്തുള്ളൂ. വിവിധ സ്രോതസ്സിൽ നിന്ന് പണം വരാനുള്ള മാർഗങ്ങൾ നിങ്ങൾ സ്വയം കണ്ടെത്തുക. 1-2 ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതല്ലാതെ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് പല തരത്തിലുള്ള സൈഡ് ബിസിനസ്സുകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഇപ്പോഴത്തെ ജോലി തുടരുകയും വേണം, അതേസമയം മറ്റ് രീതിയിൽ നിങ്ങൾക്ക് വരുമാനം വരികയും ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് 4-5 ഞാൻ പറയാം. ഒന്ന്, ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുക. അത് നിങ്ങൾ തന്നെ വർക്ക് ചെയ്യണമെന്നില്ല, നിങ്ങളുടെ പേരിലും അതിൻ്റെ ഒരു ലൈസൻസും മറ്റ് കാര്യങ്ങളുമൊക്കെ ചെയ്യണമെന്നില്ല. മറിച്ച് നമുക്കൊരു ജീവിത പങ്കാളിക്കോ അല്ലെങ്കിൽ മക്കളുടെ പേരിലോ പോട്ടെ, വയസ്സായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേരിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലൈഫ് ഇൻഷുറൻസോ ഹെൽത്ത് ഇൻഷുറൻസോ പക്ഷേ 2 കൂടിയോ ഒക്കെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അതിനൊന്നും കാര്യമായ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ടി വരത്തില്ല. അതുപോലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഒരു ഷോപ്പ് എടുത്ത് നിങ്ങൾ ബിസിനസ് തുടങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ നമ്മളെ ഇപ്പോഴത്തെ ജോലിയുടെ ഒരു സ്മൂത്തായിട്ടുള്ള പോക്കിന്
തടസ്സം സൃഷ്ടിക്കും. നമുക്ക് അവധി ഉള്ള ദിവസങ്ങളിൽ സമയം കിട്ടുമ്പോൾ മാത്രം വർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്ന് പറയുമ്പോൾ ബ്രോക്കറായിട്ട് വർക്ക് ചെയ്യാം. അതിനൊന്നും പണച്ചെലവുള്ള പരിപാടികളൊന്നുമല്ല. ഏറിപ്പോൾ ഒരു ഫോൺ വേണം, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ 10,000 രൂപ ശമ്പളം കിട്ടുമെന്ന് വെക്കുക. ഓക്കെ, 10,000 രൂപ. ചെറിയ ആൾക്കാർക്ക് ഉൾപ്പെടെ ഇതെല്ലാം ചെയ്യാം. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ 10,000 രൂപ അല്ലെങ്കിൽ ഇപ്പോൾ 15,000 രൂപ എന്ന് കണക്കാക്കുകയാണെങ്കിൽ ഈ 15,000 രൂപയ്ക്ക് നിങ്ങൾ വീട്ടു ചിലവൊക്കെ ഒതുക്കി നിർത്തിയാണ് പോകുന്നത്. ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ വരുന്ന 1-ാം തീയതി നിങ്ങൾ ശമ്പളം കിട്ടുമ്പോൾ 15,000 രൂപ ശമ്പളം കിട്ടുമ്പോൾ നിങ്ങൾ കണ്ണും അടച്ച് ഒരു സ്വർണ്ണക്കടയിൽ പോയി 1 ഗ്രാം സ്വർണം മേടിക്കാം. ലക്ഷക്കണക്കിനൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഞാൻ പറയുന്നത് ഇതൊന്ന് ആലോചിച്ച് നോക്കുക. അത് നല്ലൊരു മാർഗ്ഗമാണ്, ധനാഗമ മാർഗ്ഗമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 15,000 രൂപയ്ക്ക് നമ്മൾ 1 ഗ്രാം സ്വർണം മേടിക്കുന്നു. ഓക്കെ, അപ്പോൾ വീട്ടു ചിലവരെന്ത് ചെയ്യും? നിങ്ങൾ ആ സ്വർണം കൊണ്ടുവന്ന് പണയം വെക്കുക. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾ 5,000 രൂപ സേവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇതിൽ 15,000 രൂപയുടെ സ്വർണം വെക്കുമ്പോൾ നമുക്ക് 10,000 രൂപ പലിശയ്ക്ക് കിട്ടും, പണം കിട്ടും 10,000 രൂപ. അതെടുത്ത് താൽക്കാലികമായിട്ടുള്ള ഈ കുടുംബ ചെലവിന് വേണ്ടി മാറ്റിവെക്കാം. പലിശ 15,000 രൂപയ്ക്കാണെങ്കിൽ മാസത്തിൽ പരമാവധി 300 രൂപ ആവത്തുള്ളൂ. ഓക്കെ, പിന്നീട് അടുത്ത മാസത്തിൽ നിങ്ങൾ 1,000-2,000 രൂപ എടുത്ത് ഈ സ്വർണം പണയം വെച്ചേക്കുന്നതിനകത്ത് മുതൽ അടയ്ക്കുക, പലിശ ഉൾപ്പെടെ. ഓരോ മാസവും അങ്ങനെ കുറേശ്ശെ അത് തീർത്തിട്ട് പൂർണ്ണമായിട്ട് നിങ്ങൾ ആ സ്വർണം തിരികെ എടുക്കുമ്പോൾ വീണ്ടും പിന്നൊരു മാസം ശമ്പളം കിട്ടുമ്പോൾ ഇതേ പരിപാടി തുടങ്ങാം. അപ്പോൾ സ്വർണത്തിന് വില ഇടിയുന്നതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വില ഇടിയും. പക്ഷേ പൊതുവെ നമുക്കെല്ലാവർക്കും അറിയാം സ്വർണത്തിന് വില കൂടത്തേ ഉള്ളൂ. അപ്പോൾ അതൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇപ്പോൾ ഡിജിറ്റൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പണയം വെക്കാൻ പറ്റില്ല, അങ്ങനൊരു കുഴപ്പമുണ്ട്. ഓക്കെ, അതേസമയം സ്വർണം നമ്മൾ വാങ്ങുന്നു, പണയം വെക്കുന്നു, വീട്ടു ചിലവ് അതിനകത്ത് നടത്തുന്നു, പലിശയും പിന്നെ മുതലും കുറേശ്ശെ 4-5 മാസം കൊണ്ട് അടച്ചു തീർക്കുന്നു, സ്വർണം കൈക്കലാക്കുന്നു. പിന്നെ പണ്ടത്തെ പരിപാടി ചെയ്യാം, വീണ്ടും ശമ്പളം എടുത്ത് മറിക്കുക. ഓക്കെ, അത് ചെറിയൊരു വരുമാന മാർഗമായിട്ട് നിങ്ങൾ കാണണ്ട. നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയ മാർഗമായിട്ട് നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നിരവധി മറ്റ് മാർഗങ്ങളുമുണ്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങാം. ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും വരുമാനം കിട്ടും. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഈ പ്രധാന നിങ്ങളുടെ ജോലിയെ ബാധിക്കാത്ത തരത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാം. അപ്പോൾ വിവിധ സ്രോതസ്സിൽ നിന്നുള്ള വരുമാനം നമുക്ക് കിട്ടുന്ന തരത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതായത് ഒരു ജോലി അതിൻ്റെ ശമ്പളം മാത്രം അതിനകത്ത് ഒതുങ്ങി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങൾ ഒരുപാട് ടൈറ്റൊക്കെ ആയിട്ട് വരും. ഈ വിവിധ സ്രോതസ്സിൽ നിന്നുള്ള പണം വരില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാവും. കാരണം ചൊവ്വ ഇവിടെ അനുകൂലമാണ്, 3-ാം ഭാവത്തിൽ ചൊവ്വ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുവഴി നമുക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലും നേട്ടമുണ്ടാകും. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാകും. മറ്റേ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഒക്കെ ഉയർച്ചയുണ്ടാകും. വ്യാഴം അനുകൂലമാണ്, ഞാനത് പറഞ്ഞു. പൊതുവെ ബന്ധങ്ങൾ ഊഷ്മളമാവും.
എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും ഊഷ്മളമാവും. ബിസിനസ് സംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും ഒക്കെയുള്ള എല്ലാ തരത്തിലുള്ള ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭൗതിക സുഖങ്ങൾ, വീട്, വാഹനം, മറ്റ് ജീവിതാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റിയ സമയമാണ്. അത് ഏകദേശം 2027 ജൂൺ 2 വരെ, ഏകദേശം തീയതി ഞാൻ പറയുന്നത്, വ്യാഴം അനുകൂലമാണ്. ഈ വലിയൊരു കാലഘട്ടം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും നേട്ടങ്ങൾക്ക് വേണ്ടി. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും. പിന്നെ ശയനസുഖം, അതുപോലെ തന്നെ ആഹാര സൗഖ്യം, ഇതൊക്കെ പ്രതീക്ഷിക്കാം. പിന്നെ ബൗദ്ധിക മേഖലയിൽ എന്ന് പറയുമ്പോൾ സംസാരകലയുമായിട്ട് ബന്ധമുള്ള തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ നേട്ടം ഉണ്ടാകുന്ന ഒരു കാലയളവാണ് ഈ 19-20 തീയതികളിലെങ്കിലും. ഓക്കെ, ബുധൻ ഇടയ്ക്കിടയ്ക്ക് മാറും, പെട്ടെന്ന് 4 ആഴ്ച കൂടുമ്പോൾ മാറും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ബുധൻ, ചൊവ്വ, വ്യാഴം, ശിഖി, ചന്ദ്രൻ ഇവയൊക്കെ അനുകൂലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേട്ടങ്ങളുടെ ഒരു കാലഘട്ടമാണ്. അതിൽ തന്നെ ജൂലൈ 19-20 നേട്ടങ്ങൾ വർദ്ധിച്ചിരിക്കും. പൊതുവെ മീനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ജൂലൈ 19-20 തീയതികളിൽ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ബുദ്ധിപൂർവ്വം, കൗശലപൂർവ്വം, വിവേകപൂർവ്വം ഈ നല്ലൊരു അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.